Hello friends, welcome to my channel. അപ്പോൾ +1 ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ മറ്റൊരു ഹെൽപ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ആ പാഠഭാഗം നമ്മുടെ ക്ലാസ്സിൽ മുഴുവനാക്കി അല്ലെ, ഓൺലൈൻ ക്ലാസ്സിൽ മുഴുവനായിട്ട് എടുത്തു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ചുരുക്കിയിട്ട് അതിന്റെ മലയാള സംഗ്രഹവും മലയാളത്തിലുള്ള അർത്ഥവും അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ എടുത്തത് വരെയുള്ള ആക്ടിവിറ്റീസിന്റെ ആൻസേഴ്സും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിലെ അസൈൻമെന്റ്സിന്റെ ആൻസേഴ്സും ആ വീഡിയോയിലുണ്ട്. അപ്പൊ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെ അസൈൻമെന്റിന്റെ ആൻസേഴ്സും അതുപോലെ തന്നെ നോട്ട്സ് നമ്മുടെ സ്കൂളൊക്കെ തുറക്കും എന്നുള്ള ആ ഒരു ലെവലിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എല്ലാ നോട്ട്സും നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലായിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ കാണാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു ഇന്റർവ്യൂവിനെ പറ്റിയിട്ടാണ് കൂടുതലും സംസാരിച്ചത് അല്ലെ. പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിച്ച് കാണിച്ചു തരികയും ചെയ്തു. അപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി 3 ഉണ്ട് അല്ലെ. അതൊരു ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവറിന്റെ ഭാഗം നമ്മുടെ പാഠഭാഗത്തിൽ നിന്നും സ്റ്റീഫൻ ഹോക്കിൻസ് നൽകിയിരിക്കുന്ന ആ ഒരു ഭാഗത്തിൽ നിന്നും ഇന്റർവ്യൂവർ ചോദിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്രവർത്തനം നമുക്ക് അസൈൻമെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ടൈം ലൈനിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് അതിന്റെ ഒക്കെ ആൻസേഴ്സ് ഈ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതിന് ശേഷമാണ് അസൈൻമെന്റിലേക്ക് കടക്കുന്നത്. അപ്പൊ നോട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു 6ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി 7ാമത്തെ ചോദ്യമാണ്. Cite an example to prove that Stephen Hawking was sharp-witted. Did his wit help him anyway? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബുദ്ധിപൂർവമായ നർമ്മോക്തിക്ക് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുക. ആ പ്രയോഗം അദ്ദേഹത്തിന് ഗുണം ചെയ്തുവോ? അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മുടെ ചാനലിലെ ചോദ്യങ്ങളും അതിന്റെ ചോദ്യത്തിന്റെ വരെ മലയാളം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. Hawking had applied for PhD at Cambridge. He would get it only if he secured a first. But when the results came, he got only borderline marks between a first and a second. The examiners called him for an interview and asked him about joining Cambridge. And if he got second, he would remain at Oxford. He added that he expected them to give him first. His wit helped him to get a first and joined Cambridge. Okay. Any 8th question. Stephen's first year at Cambridge was worse than that at Oxford. Why? സ്റ്റീഫന്റെ കേംബ്രിഡ്ജിലെ ആദ്യ വർഷം ഓക്സ്ഫോർഡിലെ ആദ്യ വർഷത്തേക്കാൾ മോശമായിരുന്നു. എന്തുകൊണ്ട്? His poor background in mathematics was a disadvantage. He found general relativity really tough. Hawking started getting clumsy in the 3rd year and he developed speech disability as well. Sorry. Okay. 9th question. How did tragedy strike Hawking shortly after his 21st birthday? 21ാം ജന്മദിനം കഴിഞ്ഞയുടൻ അദ്ദേഹത്തിന് സംഭവിച്ച ദുരന്തങ്ങൾ എന്തൊക്കെയാണ്? Answer. Shortly after his 21st birthday, Hawking contracted ALS, a motor nerve disease characterized by muscle spasticity and speech disability. This was the tragedy. 10th question. What drastic change came over Hawking after the diagnosis of the disease? രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഹോക്കിങ്ങിൽ ഉണ്ടായ മാറ്റം എന്ത്? Before diagnosing the disease, he was rather confused about his dream. But after the diagnosis of the disease, he realized that there were a lot of worthwhile things to do. 11th question. What trait of Hawking's character do you not hear? ഹോക്കിങ്ങിന്റെ സ്വഭാവത്തിലെ എന്ത് സവിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്? Answer. Here we note Hawking's readiness to sacrifice his life in order to save others. 12th question. What was Jane's impression of Hawking? ഹോക്കിങ്ങിനെ കുറിച്ച് ജെയിനിനുള്ള അഭിപ്രായം എന്തായിരുന്നു? Answer. Just before Hawking entered the hospital for tests, he met Jane Wilde at a New Year party at St. Albans
Hawking seemed terribly intelligent, eccentric and rather arrogant, but he was interesting and she liked his wit. 13th question. Write a note on the character of Jane. ജെയിനിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. Answer. Jane was a shy teenager. She was optimistic and had a strong faith in God. She was in no way upset by the physical or mental condition of Hawking. Hawking liked her optimism and this made their friendship grow. They thought that together they could achieve something good. He was able to get a research fellowship at QS. They got married in 1965 and had 3 children. It was in fact Jane who gave Hawking the moral courage to overcome his adversity and achieve great things for mankind. 14th question. How did Jane's optimism influence Hawking? എങ്ങനെയാണ് ജെയിനിന്റെ ശുഭാപ്തി വിശ്വാസം ഹോക്കിങ്ങിനെ സ്വാധീനിച്ചത്? Answer. Jane's words gave him confidence and he applied for a research fellowship at Case, one of the colleges in Cambridge University. 15th question. Is Stephen Hawking really a great mind on par with the likes of Einstein and Newton? Justify your answer. സ്റ്റീഫൻ ഹോക്കിംഗ് ഐൻസ്റ്റീനിന്റെയും ന്യൂട്ടന്റെയും അത്ര ബുദ്ധിശാലിയായിരുന്നു? നിങ്ങളുടെ ഉത്തരത്തിന് മതിയായ കാരണം നൽകുക. Answer. Of course, Stephen Hawking is a genius, but we cannot say that he is on par with Einstein and Newton. He has not made as many discoveries in physics as these great scientists. His considerable discovery states that all black holes will evaporate away over the course of trillions of years. But this is not an official discovery. Moreover, though he has got many distinctions, he has not won the Nobel Prize. 16th question. List the interesting facts deal with in Hawking's book. ഹോക്കിങ്ങിന്റെ പുസ്തകത്തിലെ ഏറ്റവും രസകരങ്ങളായ വസ്തുതകൾ എന്തെല്ലാം? Answer. In Hawking's book, he asks a number of relevant questions about the universe. Where did the universe come from? Is the universe infinite or does it have any boundaries? Will the universe come to an end? Is there a complete theory of the universe? Is there a beginning of time? Could time run back? 17th question. What could have been the misgivings of Jane? ജെയിനിന്റെ തെറ്റിദ്ധാരണ എന്തായിരുന്നു? Answer. When Hawking was advised to undergo tracheotomy operation, removal of the windpipe, she had serious doubts. She doubted whether he would ever be able to breathe through his mouth and nose. 18th question. How could he overcome his difficulties after the tracheotomy operation? ശ്വാസനാളം എടുത്തുകളയൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളെ തരണം ചെയ്തത്? Answer. After the tracheotomy operation, his breathing was made possible through a permanent opening made in the throat. To complete his book, Hawking made use of a computer program called Equalizer, which would allow him to select words from the screen by the movement of his eyes. 19th question. Mention some of the unique ideas and paradoxes put forwarded by Stephen Hawking. സ്റ്റീഫൻ ഹോക്കിംഗ് മുന്നോട്ട് വെച്ച സമാനതകളില്ലാത്തതും പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യാത്മകമെന്ന് തോന്നുന്നതുമായ ആശയങ്ങൾ എന്തെല്ലാം? ഇതാണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം അല്ലെ, പാരഡോക്സസ്. ഓക്കെ, ആൻസർ നോക്കാം. Some of the unique ideas and paradoxes put forward by Stephen Hawking are: things are often not what they seem. Pieces that ought to fit together refuse to do so. Beginning may be endings. Empty spaces is not empty. Black holes are not black. Okay, 20th question. I think this is the last question. What was the Hawking's attitude to his disability? How do you estimate it in a wider social context? തന്റെ പോരായ്മകളോട് ഹോക്കിങ്ങിന്റെ മനോഭാവം എന്തായിരുന്നു? വിശാലമായ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അതിനെ എങ്ങനെ വിലയിരുത്താം? Answer. According to Hawking, a physical disability does not make him psychologically disabled.
One should concentrate on activities if one's physical disability does not become a serious handicap. He also claims that his physical disability has not been a handicap in his field of theoretical physics. Okay, ഇനി നമ്മൾ ഇന്റർവ്യൂയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്റർവ്യൂയുടെ ചോദ്യം നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നോക്കാം. Read the excerpt from the interview of Stephen Hawking by Kitty Gale Ferguson. She interviews him to collect details for his biography. Find out Stephen's responses from the profile and complete the interview. അപ്പോൾ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്റർവ്യൂവർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിതായിരുന്നു: Shortly after your 21st birthday, your doctors diagnosed that you had amyotrophic lateral sclerosis, a rare disease for which there is no known cure. How did you react to the diagnosis? How did you manage to cope with the situation? Okay, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ആ ഒരു മറുപടികൾ അവിടത്തിലുണ്ട്. നമുക്ക് ഇന്റർവ്യൂവറെ ക്വസ്റ്റ്യൻ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Well, I was shocked. I couldn't believe it. It was totally depressed. I didn't know what to do and what my future would be. Then I told myself that it was meaningless to worry about something that we can't change. I decided to go on continuing with my work as much as I could. Okay, ഇനി ഇന്റർവ്യൂവർ എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത് നോക്കാം. What made you think that life was precious? Can you recollect any particular instance in your life that has become crucial? അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത് നോക്കാം. Gradually, I recovered from my depression. I began to think that life is precious. I wanted to do something good before I died. My meeting with Jane Wilde was crucial. She somehow liked me despite my eccentrically and physically disability. This gave me courage and hope. Okay, ഈ ഇന്റർവ്യൂവർ എന്താണ് അടുത്ത ചോദ്യം നോക്കാം. It is said that you wrote a book to make science understandable to non-scientists. Is that go? Stephen Hawking's മറുപടി ഇന്റർവ്യൂവിൽ: My book, A Brief History of Hawking Time, sold 10 million copies and was translated into 40 languages. The book contained the topics quantum mechanics and string theory. People say that the book is accessible to the common people. I am very happy about it. Okay friends, അപ്പോൾ ഒരു ഇന്റർവ്യൂ നമ്മൾ കേട്ട് കഴിഞ്ഞു. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് ടൈം ലൈനിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ടൈം ലൈൻ ഒരു വിഷ്വൽ ആയിട്ട് നമുക്കത് കാണിച്ചു തന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ആ ഒരു ഇത്. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി 2 ആയിട്ട് ടൈം ലൈൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് നോക്കാം. List the facts you have learned about Stephen Hawking in chronological order in the timeline given below. Okay, അപ്പോൾ നമുക്ക് chronological orderലാണ് പോകുന്നത്. നമുക്ക് നോക്കാം ആൻസർ. 2005 release of the book A Brief History of Time. 1990 separation from Jane. 1985 caught pneumonia while in Guinea. 1978 honorary doctorate from Oxford. 1970 discovery of the second law of black hole dynamics. 1969 became physically disabled. 1967 first son Robert was born. 1966 got his doctorate. 1965 submission of thesis on space-time singularity theorem. And 1963 meeting Jane Wilde. 1962 first class degree in natural science. 1959 joined Oxford. 1950 decision to become a scientist. 1942 birth. Okay, അതിന്റെ കൂടെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. Now look at the list you have made. What facts do the readers accept in a profile? അപ്പോൾ ഒരു പ്രൊഫൈലിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ ഈ എഴുതിയതിൽ നിന്നും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഡേറ്റ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റൻഡഡ്, മാരേജ്, അച്ചീവ്മെന്റ്സ്, സ്പെഷ്യൽ മെറിറ്റ്സ് ഇഫ് എനി, recognition received if any. Okay friends, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. കുറച്ച് അധികം ഉണ്ടല്ലേ, പക്ഷേ ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം അതാണ്. ആൻഡ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.